സോ ഗൈസ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് ലേക്ക് ലൂയിൻ്റെ മുകളിലേക്ക് ചെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പറ്റൂല വേഗം വിട്ടോളാൻ പറഞ്ഞു താഴേക്ക്. അവിടെ പാർക്കിംഗ് അല്ല അവിടെ അല്ല എന്നല്ല അവർ കയറ്റണില്ല. അപ്പം ഞാൻ കുറച്ചു നേരം എനിക്ക് മൂടായ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ ഞാൻ ഹൈക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നടന്ന് പോകുള്ളൂ. നടന്ന് തിരിച്ചു വന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുള്ളൂ. സോ എനിക്കങ്ങനെ മൊത്തത്തിൽ കാണുന്നില്ല, കാരണം നിറച്ച ആൾക്കാരായിരിക്കും, അതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. പിന്നെ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ലേക്ക് ലൂയി കാണാൻ പറ്റും. കണ്ടില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കാണാം. ഇത് നേരിട്ട് കാണാമെന്നുള്ളൊരു ഇതിനു വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത് നടക്കാം എന്നുള്ളൊരു ഇതിൽ വിചാരിക്കണേ. നോക്കാം. ഒരു 5 കിലോമീറ്റർ ഹൈക്ക് ഉണ്ട് മൊത്തത്തിൽ. ഈ 5 കിലോമീറ്റർ മൊത്തം പോകണമെന്നാണ് ഞാൻ ആലോചിക്കണേ. ഇതിൽ വാളറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, 2 ഫോൺ. പോയി നോക്കാം. മല മൊത്തം കയറണം ഞാൻ. എന്തായാലും നടന്നു നോക്കാന്നേ, ചുമ്മാ രസമല്ലേ. രസത്തിന് ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്ക് ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം. അമ്മേ, ഇവിടെ നോക്കിയാൽ മൊത്തം കാണാം. ഇത് എൻ്റെ ബാക്കിലൊരു മലയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ മൊത്തം കാണാം. അല്ല, ലേക്കൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ ബാക്കിയതൊക്കെ കാണാം. ആക്ച്വലി ഇവിടെ നടക്കാൻ പാടില്ലാന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ ട്രെയിൽ പാത്ത് ഉണ്ട്, ട്രെയിലിലൂടെയാണ് നടക്കേണ്ടതെന്ന് തോന്നുന്നു. അതെ, ട്രെയിനിലൂടെ നടക്കണ്ടേ, അല്ലാതെ അവർ കയറ്റില്ല. എന്തായാലും നടക്കാം. നടന്ന് ഇതുണ്ടാ മല അവിടെ നിന്ന് കാണാമോ? ചെറിയൊരു വെള്ളച്ചാട്ടം വേണമെങ്കിൽ കാണിച്ചു തരാം. വെള്ളച്ചാട്ടമല്ല, ചെറിയൊരു വെള്ളം ഒഴുകണത് വേണമെങ്കിൽ കാണിച്ചു തരാം. അല്ലാതെ ഫുൾ ഓണായിട്ട് ഹൈക്കിങ് എന്നെ നടത്തിപ്പിക്കും. ഇത് സൗണ്ടൊക്കെ കേൾക്കണ്ട. പറി മൊത്തം നടന്നിറങ്ങാൻ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തണം, അല്ലെങ്കിൽ $200 ഫൈനാണ്. $200 നമുക്ക് 4 പ്രാവശ്യം പെട്രോൾ അടിക്കാം. ഈ 4 പ്രാവശ്യം പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കാം. ഫുൾ ടാങ്ക് അടിച്ച് $200. പിന്നെ പെട്ടെന്ന് പാർക്ക് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാം. അമ്പോ കൊള്ളാല. പക്ഷെ ഇതിൻ്റെ സൈഡിൽ പോയി നിൽക്കാൻ പറ്റുമോ? ഈ വല്ല കരടിയും വന്നാലാണ്. ബെയർ സ്പ്രേ കയ്യിലില്ലല്ലോ. ബെയർ സ്പ്രേ ഞാൻ മേടിച്ചായിരുന്നു, പക്ഷെ ഇതാണ് ബോ റിവർ. ശരിക്കും നോക്കണേ, വല്ല റാറ്റിൽ സ്നേക്കോ വല്ല പറയുങ്ങാനുണ്ടെങ്കിൽ. ഓക്കെ, ലേക്കാണ്. നീലച്ചിരിക്കണുണ്ടാ
അതെന്താന്ന് വെച്ചാൽ ഗ്ലേഷ്യർ വാട്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്. കുറെ ബൈക്കേഴ്സൊക്കെ പോകുന്നുണ്ട് ഇവിടെ. വല്ല റോസ് നിൽക്കണമെന്ന് തോന്നുന്നു. റോസ് ഉണ്ടാ ഒന്ന് മുട്ടുണ്ട്. പെയർ സ്പ്രേ എങ്ങാനും എടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഇപ്പറി ഇതൊരു പോയിസണസ് പ്ലാന്റ് ആണ്. ഇത് നിൽക്കുന്നത് പോയിസൺ ഐവി എന്ന് അതിനെ പറയണേ. ഇവിടെ കുറേ ബെറി ഉണ്ട്, പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അതായത് നമുക്ക് നടന്ന അവിടെ വരെ ഒന്ന് പോകാം. രീതിയാണല്ലോ ഒരു മോളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടണമെങ്കിൽ നല്ല രസമാണ്. കയ്യില് ബെയർ സ്പ്രേ ഇല്ലാതെ പോകുന്നത് ഇച്ചിരി സീനായ പരിപാടിയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലേക്ക് ലൂയി സ്കിപ്പ് ചെയ്ത് എമറോൾഡിലേക്ക് ഇപ്പം. അവിടെ എനിക്ക് കേൾക്കുമെന്ന് അറിയില്ല, പക്ഷെ നോക്കാം. കുറേ ആൾക്കാരൊക്കെ വേണ്ടി നമുക്ക് എമറോൾഡ് ലേക്കിലേക്ക് ഒന്ന് പോവാം. കാരണം ഇത് എന്തെങ്കിലും തീരില്ലാണ്. ഇത്രയും ആൾക്കാരും ഉണ്ട്, നമുക്കൊരു പ്രതീക്ഷയും തരാത്തൊരു നടത്തമാണ്. മടുത്തിന് അവിടം വരെ ഒന്നും പോകാനുള്ള ഒരു ഇതില്ല, മൂടില്ല. നമ്മൾ നേരത്തെ കണ്ട ലേക്കില്ലേ, അല്ല ലേക്കല്ലേ, ചെറിയ റിവർ, അതാണ് ബോ റിവർ. ബോ റിവറിൻ്റെ ഇതിനകത്താണ് നമ്മൾ ഇറങ്ങിയിരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ നടന്നൊന്ന് പോയി നോക്കാം. ഈ ബസ് കമ്പനിയിലുള്ള ആൾക്കാരാണ് കൂടുതലും പോണേ. ഐഡിയ ഞാനേ നടന്ന പോലെ വണ്ടി എല്ലാവരും കയറ്റിയില്ലാരെ. കുഴപ്പമില്ല, വിഷമം കാണും. വിഷമം ഉണ്ടാവും, കുഴപ്പമില്ല, എന്ത് ചെയ്യാം. അതിപ്പോൾ നമ്മൾ പോയ പോലെ അതിൻ്റെ മുകളിൽ കയറി ഡ്രൈവ് ചെയ്ത് റിവർ കാണിച്ചും കൂടി ഇല്ല. നമുക്ക് ഈ ലേക്കിനേക്കാളൊക്കെ ഉപരി പ്ലാന്റ്സൊക്കെ കാണാൻ വേണ്ട നല്ല രസമാണ്. ഈ ഏക്കോണൊക്കെ നിൽക്കണ മാങ്ങാത്തൊലി. കരടീനെ പേടിച്ചിപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഇവിടെ നമ്മൾ പോകുന്ന റൂട്ടിൽ ക്രസ്റ്റൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടുപേര് ബൈക്ക് ചെയ്യാൻ പോയിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെ പിടിച്ച് മാന്തി. അതിനെ മോളേത് എന്ന് വെച്ചാൽ അതിന് വലിയ നഖം. ഈ കരടിക്ക് പൊതുവെ ഭയങ്കര വലിയ നഖമാണ്. ആ നഖം കൊണ്ട് അത് മാന്തി പൊളിക്കും. തൊലി കീറി ഇറച്ചിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് ഗ്രാഫിക് കണ്ടന്റ്. അതുകൊണ്ട് എന്തായാലും സോറി ബാറ്ററി ലോ എന്ന് വെച്ചാൽ ഇപ്പം ഒരു രീതിക്കും നമുക്ക് അവിടെ പോണത് മുതലാവില്ല. ഒന്നെങ്കിൽ ചാർജ് ചെയ്യും. അതായത് നടന്നതേ നമുക്ക് എമറോളിലേക്ക് ഇപ്പം അത് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനാണ്. 9 റോഡ് നോക്കി, ഒരു മലയുടെ റോഡാണ്, അത് റെയിലാണ്. എനിക്ക് തോന്നണം മറ്റേ ഇങ്ങനെ റോപ്പ് ലൈനില്ലേ, അതാന്ന് തോന്നുന്നു. അപ്പം ഞാനിപ്പോൾ ഏത് വഴി കൂടെ നടന്നു വന്നേ.
അതുപോലൊരു പിടുത്തമില്ല. ഇതിപ്പം നമ്മളിങ്ങനെ നടന്നു പോയി മേടിക്കും, എല്ലാവരും മേടിക്കും. നമ്മൾ ലേക്ക് കണ്ട് അടിച്ച് പൊളിച്ച് നടന്നു തന്നെയാണ്. ഒരു തേങ്ങയും കണ്ടിട്ടില്ല, എനിക്കറിയാല. ലേക്കിൽ നമുക്ക് വേറെ സമയം വാ, അതൊരു സസ്പെൻസ് ആയിട്ട് നമുക്ക് കഴിയും. ഇതിൻ്റെ പുറകിൽ നമുക്ക് പിടിച്ചിരുന്നാലാ, അതാകുമ്പോൾ ഫ്രീ ട്രിപ്പാണ്. അവിടം വരെ ഹൈക്ക് ചെയ്യണ്ട, തിരിച്ച് ഇറക്കമാണ്. ഇപ്പം നടന്നു വന്നാൽ മതി. അങ്ങനെ ചെയ്യാമായിരുന്നു വേണമെങ്കിൽ. പിന്നെ അവരൊക്കെ പിടിച്ച് എന്നെ പുറത്താക്കുന്നതുകൊണ്ട് ഫൈൻ അടയ്ക്കാൻ വയ്യാത്തതുകൊണ്ടാ. നല്ല ഇൻട്രസ്റ്റിംഗ് പ്ലാൻസ് ഉണ്ടോ. അതാണ് പോയിസൺ ഐവി. തീ നിൽക്കണ സാധനം ഇത് പോയിസൺ ഐവി, പർപ്പിൾ കളർ സാധനം. തൊട്ടാ ചൊറിഞ്ഞ് ചാവും. തൊട്ടില്ല, തൊടാണ്ടിരിക്കണ നല്ലത്. ഇവിടെയൊക്കെ നിൽക്കണ്ട് പോയിസൺ ഐവി. കടി വന്ന വഴി അറിയില്ല. അതുകൊണ്ട് പുല്ലിക്കോടെ ഇത് ഹൈക്ക് ചെയ്യണമെങ്കിൽ കയ്യിൽ ബെയർ സ്പ്രേ, പിന്നെ നാട്ടിലെ വാക്കത്തി, ഇങ്ങനെ സാധനങ്ങളൊക്കെ കയ്യിൽ വേണം. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഏത് തരം ഐറ്റമാണ് വന്നെ. പൊതുവേ നമ്മൾ പേടിക്കേണ്ടത് കരടി, ഒച്ച ഉണ്ടാക്കേണ്ടത് കരടി, പിന്നെ റാറ്റിൽ സ്നേക്ക്. അതിവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സസ്കച്ചുവാനിലുണ്ട് ഇഷ്ടം പോലെ. കരടീനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. പാമ്പ് നമുക്ക് അടുത്ത് വരുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുമല്ലോ, അതനുസരിച്ച് നമുക്ക് വേണ്ട എന്ന് പാമ്പ് പറയുമ്പോൾ നമ്മൾ അടുത്തേക്ക് പോകരുത്, അതവിടെ തീരും. കുറച്ചൊക്കെ നടന്നു, ഇനി നടക്കണം. പറയും ആളനക്കുള്ളതുകൊണ്ട് വരില്ലാന്ന് തോന്നുന്നു. ഇവിടെയൊന്നും അല്ല പേടിക്കണ്ടേ, ഇച്ചിരികൂടിയും കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരികൂടിയും കഴിഞ്ഞിട്ടാണ് നമുക്ക് ശരിക്കുള്ള പേടി വേണ്ടേ. അയ്യോ, ഇത്രയും നടന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. ഇനിയിപ്പോൾ മുകളിൽ ചെന്ന് 5 കിലോമീറ്റർ ഒരു സൈഡ്. പിന്നെ ഇതെല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും മൂപ്പുള്ളതാണ് ലൈഫ് ലൂയിൽ വേണ്ടത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ വരാം. അന്ന് നമുക്ക് പറ്റുകയാണെങ്കിൽ വ്ളോഗ് ചെയ്യാം. ഇപ്പം എന്തായാലും വ്ളോഗിങ് നടക്കില്ല. അതിൻ്റെ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ തിരിച്ച് പാർക്കിംഗ് ലോണിൽ വന്നിട്ടുണ്ട്. ഇത് പാർക്കിംഗ് ലോണിൽ വന്ന് വണ്ടിക്കാരൻ പോട്ടെ പൊക്കോട്ടാ. വാൻ ഈ ക്യാമ്പ് ഇതിവിടെ കുറേ അമ്മമാരവിടെ കുറേ കാപ്പി കുടിച്ച് ഇനി നമ്മുടെ വണ്ടി. അതെ, കണ്ട് നമുക്കിവിടുന്ന് വിടാന്നേ. നമുക്ക് വാപ്റ്റ ഫോൾസ് ഉണ്ട്, എമറൽ ലേക്ക് ഉണ്ട്, പിന്നെ ആൾക്കാരില്ലാത്ത സ്ഥലത്തൊക്കെ പോകാം. ഇത്രയും ആൾക്കാർ പോകാത്ത സ്ഥലത്ത്, ഇത്രയും ആൾക്കാരൊക്കെ പോകുന്ന സ്ഥലത്തേക്കാളും യൂട്യൂബിൽ ഗൂഗിൾ ചെയ്താൽ മതി. നമുക്കിറങ്ങാം അവിടെ നിന്ന്. എനിക്കും മതിയായി ഇത്രയും ആൾക്കാരുടെ ഇടയിൽ. ഇൻട്രോവേർട്ട്. ഓക്കെ അപ്പം അടുത്ത സ്റ്റോപ്പ് ആർക്കറിയാം. അടുത്ത സ്റ്റോപ്പ് ചെല്ലുമ്പോൾ ഞാൻ പറയാം.
ഇത് കണ്ടമാനെ എല്ലാവരോടും നിർത്തിയിട്ടേക്കാം. അപ്പൊ പിന്നെ ഇവിടെ കേരള പോയിട്ട് കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഫിംഗേഴ്സ് ക്രോസ്ഡ് അവരോട് നമ്മളെ കയറ്റി വിട്ടാൽ ഭാഗ്യമായി. അങ്ങനെയൊക്കെ പാർക്ക് ചെയ്യല്ലേ. ഇവരിങ്ങനെ കുഴിയിലേക്ക് ഇട്ട പോലെയാണ് കാറിട്ടാണ്. മലയാളി നമ്പർ പ്ലേറ്റ് മലയാളി. സ്പേസ് നോട്ട് ചെയ്തിട്ട് അതിനകത്ത് കുത്തി ഇറക്കാം. കുറേ ആൾക്കാർ നടന്നു പോകണമെങ്കിൽ അവിടെ സ്പേസ് ഇല്ല നടന്നത്. വേറെ കൊതി മൂത്തൊന്നും പോകുന്നില്ല. എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് കുത്തി ഇറക്കാം. In 300 meters, you will arrive at your destination. എന്തോരമുണ്ട് ഹൈക്ക്, അതാണ് ഞാൻ നോക്കണത്. എന്തോരമുണ്ട് ഹൈക്ക്. എന്തായാലും ഇവിടെ പ്ലാൻ ഇട്ടതാണ്. ലേക്ക് ലൂയിസ് പ്ലാനറ്റൊക്കെയാണ്. പിന്നെ You have arrived. മനസ്സിലായി. എന്തായാലും ഇത് നമുക്ക് ഹൈക്ക് ചെയ്യാം. നമുക്ക് ബാഗിൽ കുറച്ച് സാമഗ്രികൾ വെച്ചിട്ട് നമുക്ക് ഹൈക്ക് ചെയ്യാം. പാർക്കിംഗ് സ്പോട്ട്. സോ ഗൈസ്, നമ്മൾ എമറൽഡ് ലേക്കിൽ വന്നേക്കാണ്. ഇവിടെ ഭാഗ്യത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടി. നടക്കേണ്ടി വന്നില്ല. ഇപ്പം എന്തായാലും നമുക്ക് സ്പോട്ട് കാണിച്ചു തരാം. അവിടെ കുറേ നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്പോട്ട് കണ്ടിട്ട് ചുമ്മാ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ. നല്ല ആൾക്കാരുണ്ട്, കുറേ അധികം. അത്രയില്ല, കുറച്ചധികം ആൾക്കാരുണ്ട്. ഇതിൽ കുറച്ച് മലയാളികളും കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹായ് പറയാം. ഹലോ. നല്ല പൊന്നത് ഗ്ലാസ്സിൽ കാണേണ്ട സാധനം. ഓ, അടിപൊളി ഫോൾസാണ്. അടിപൊളി ഫോൾസ് അല്ല, ഇപ്പം അവൻ്റെ അപ്പുറത്ത് ആൾക്കാരില്ലാത്തൊരു സ്പോട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ നിന്ന് കണ്ടിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഫോൾസിൻ്റെ ഒരു സൈഡ്. എന്നിട്ട് ബാക്കി സൈഡ് കാണിച്ചു തരാം. സോറി. ഇവിടെ ആൾക്കാർക്ക് കാണാൻ വണ്ടി പാന്നു. ഈ സാധനം കണ്ട കണ്ടിട്ട് മലയാളികളാണ്. കണ്ട അമ്പോ പൊളി ഐറ്റം.
ഇതുപോലൊക്കെ തന്നെയാണ് ലേക്ക് ലൂയി ഇരിക്കുന്നത്. ഇത്രയും ഇതില്ലാന്നുള്ളൂ. നീല കളറാണ് അതിൻ്റെ ഹൈലൈറ്റ്. കണ്ട റിഫ്ലക്ഷൻ കണ്ട. നമുക്ക് ഫോണിൽ ഇതുപോലത്തെ ഫോട്ടോ എടുക്കാൻ പറ്റും, നോക്കാം. പക്ഷെ കൊള്ളാം ഫോട്ടോ. എന്തായാലും നമ്മൾ ബോട്ടിങ്ങിനുള്ള ക്യൂ ആണ്. എന്തായാലും ഒരു ഹൈക്കിന് പോകാം. ഹൈക്കല്ല, ചുമ്മാ നടക്കാം. ഇതിൻ്റെ അപ്പുറം ചെന്നിട്ട് എങ്ങനെയായിട്ട് നോക്കാം. ചുമ്മാ രസമല്ലേ. ഈ മലയുടെ നടുവിൽ വെള്ളം നിൽക്കണമെന്നാണ്. ഇവിടെ ഞാൻ വിൻ്ററിയാൻ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇവിടെ എങ്ങനെയാണ്. പക്ഷേ ഇത് മിസ് ചെയ്തൊരു സ്പോട്ടാണ്, എന്തായാലും കാണേണ്ട ഒരു സ്പോട്ടായിരുന്നു. ഇത്തവണ നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ബാഗിൽ ബെയർ സ്പ്രേ ഒക്കെ വെച്ചിട്ട്. ഇവിടെ ആൾക്കാരെ കൊണ്ട് വരില്ല എന്നാലും. ഹലോ ബ്രോ. അവർ മലയാളികളാണ് തോന്നുന്നു. ഉണ്ടോ ഇവിടെയൊക്കെ സ്പോട്ടുണ്ട് കാണാനായിട്ട്. ഇതുണ്ടോ, ഇതൊക്കെ പൊളിയാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു ഫോട്ടോ ട്രൈ ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ലേക്കിലേക്ക് തൊട്ടടുത്ത് ഇറങ്ങണ ഒരു സ്പോട്ട്. ഫോട്ടോ എടുക്കാം. ഒരു ലെവൽ എന്തായാലും ഒരു വാട്ടർ ലെവലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ. പൊളിയാണെങ്കിലാ. ഹലോ. എന്നിട്ട് നമ്മൾ നടന്ന് എന്തായാലും ഇവിടെ ഉള്ളതല്ലേ നമുക്ക്. ഇതേ മോസ്. ഈ നാട്ടിൽ മറ്റേ സിമെൻറ്റ് ഫെൻസിൻ്റെ സൈഡിൽ ഫെൻസും മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഈ കോൺക്രീറ്റ് ചെയ്ത ഭിത്തി അല്ലെങ്കിൽ മതിലുമേ പായൽ മുളയ്ക്കൂലേ. പായലെന്ന് പറഞ്ഞാൽ മോസ്. ആ സാധനം ഇവിടെ മരത്തുമ്മ മൊത്തം ഇങ്ങനെ, അതാണ് എൻ്റെ ഫോറസ്റ്റ് ബെഡ് എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങണ ബെഡല്ല കേട്ടോ. ഇങ്ങനെ എൻ്റെ താഴെ മൊത്തം അതാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലേക്ക് ഇവിടെ നിന്നാണ് കാണുമ്പില്ലേ എന്നാ രസമാണെന്നറിയോ. ഒരു രക്ഷയില്ലാത്ത സാധനം. അമ്മേ, ഇപ്പം നമ്മൾ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളി പട്ടിയുടെ വന്നു എന്താ. അപ്പം ഇവിടെ നിന്ന് എനിക്ക് കാണും, ഇവിടെ നിന്ന് നടന്ന് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പിന്നെ നോക്കട്ടെ, ഈ ടിക്സ് ഉണ്ടെങ്കിലാണ് പണി പാളാൻ പോണേ.
പോയാൽ ഇതണ്ട. അപ്പം നമ്മളിങ്ങനെ കാട്ടിക്കുഴ നടന്ന് ലേക്കിൻ്റെ ഒരു വക്കത്ത് ചെല്ലും. ഈ വക്കത്ത് ചെന്ന് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അപ്പർ സൈഡ് കാണാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിങ്ങനെ എൻ്റെ പുറകിൽ നോക്കുമ്പോൾ മാലയാക്കണുണ്ട. അപ്പം അങ്ങനത്തെ ഒരു ഫോട്ടോ ഉള്ളു. ഇനി ഞാൻ നടന്ന് ഇതൊക്കെ എന്ത് പൂവാണാവോ, ചിലതിലൊക്കെ വിഷമുണ്ടാവും. അതുകൊണ്ട് ഞാൻ തൊടാൻ നിൽക്കുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചാവാമെന്നുള്ളൊരു ഐഡിയ. ഇപ്പം ചാവാമെന്ന് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് സ്കൂളിൽ പോണത് ഇപ്പം എങ്ങനെയാണുള്ളത്, ഇതുപോലെയാണല്ലോ. ബാഗൊക്കെ പിടിച്ച്. Is she okay? Yeah, she's fine. Okay. Yeah, she's okay. Okay. Sorry. നമ്മൾ നടന്ന് ഇതാണ് മറ്റേ വേറെ സ്പോട്ട്. പക്ഷെ നമുക്ക് ഇനി നടന്നു പോയി നോക്കാം. ആ സൈഡിൽ നിന്നാണ് വെയിലടിക്കണേ, അതുകൊണ്ട് നമുക്ക് ആ സൈഡിലെ വ്യൂ തോന്നാം. അവിടെ അവർ തുഴഞ്ഞ് പോകുന്നുണ്ട്. റാഫ്റ്റ് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് റാഫ്റ്റ് കൊണ്ട് ചെയ്യാം. പിന്നെ റാഫ്റ്റും കൂടി കയറ്റാനുള്ള വണ്ടി ഇല്ല. അത് അയ്യോ, നടന്ന് ഇതാണ് ഞാൻ ഹൈക്കിന് പോകാത്ത. ഈ ബാഗും പിടിച്ച് നടക്കണ്ടേ. അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നല്ല സ്പോട്ടുണ്ട്. പക്ഷേ ഐ വുഡന്റ് അഡ്വൈസ് വെള്ളത്തിലേക്ക് ഇറങ്ങല്. ഹലോ. ഇനി ഹലോ, ഇതണ്ട നമ്മൾ വുഡ്സിലൂടെ നടന്നിരുന്നു. ഭീകരമായ വുഡ്സ്. ഏത് നിമിഷവും ഒരു കരടി ചാടി വരാം. ദൈവമേ, ഇനി അങ്ങനെ പറഞ്ഞ് ഒരു കരടി വന്ന നമുക്ക് ബാഗിൽ ഇങ്ങനെ തുറന്ന്. ശരിക്കും പറഞ്ഞത് പെപ്പർ സ്പ്രേ ആണ്, പക്ഷേ ബെയർ സ്പ്രേ ആണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സാധനം ക്യാപ്സൈസിനാണ്. ക്യാപ്സൈസിൻ എന്ന് പറയണത് ഈ എന്തോ പറയും, മരത്തിൽ നിന്ന് വീണില്ല, സോറി. ക്യാപ്സൈസിൻ എന്ന് പറയുന്നത് ഈ മുളകിലുള്ള ഒരു കോമ്പൗണ്ടാണ്. ഈ എരിവ് എന്നുള്ളൊരു സെൻസേഷൻ നമ്മുടെ നാവിന് അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തെ എവിടെ തൊട്ടാലും ആ ഒരു ചൂട് അനുഭവപ്പെടുത്തുന്ന കോമ്പൗണ്ടാണ് ഈ ക്യാപ്സൈസിൻ. പൊള്ളും അല്ലെങ്കിൽ എരിയും എന്ന് വേണമെങ്കിൽ പറയാം. ആ സാധനം ഒരു കുപ്പിയിലാക്കി നിറയ്ക്കും. മോസ്റ്റ്ലി പെപ്പറിൽ നിന്നാണ് അവർ എടുക്കുന്നത് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതുകൊണ്ടാണല്ലോ പെപ്പർ സ്പ്രേ എന്ന് പറയണത്. ഈ ബെയർ സ്പ്രേ എന്ന് പറയുന്നത് അത് തന്നെ ഇച്ചിരി ഹയർ കോൺസെൻട്രേഷനിൽ. അതിനകത്ത് ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ, ക്യാപ്സൈസിൻ. അത് ഈ മുളകിൽ നിന്നുള്ള ഇതാ. ഓ, ഞങ്ങൾ ഇവിടെ നടന്ന് ട്രെയിലിൻ്റെ താഴെ കറലസൻ ഇതിലനക്കോ തേങ്ങയുണ്ടെന്ന് നമ്മൾ നോക്കാം. നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാം. അയ്യോ അമ്മേ, ഇച്ചിരി ലഞ്ച് ഉണ്ടെന്നെങ്കിൽ നമുക്ക് ലഞ്ച് കഴിക്കാമായിരുന്നു ഇവിടുന്ന്. പക്ഷെ ഇവിടുന്ന് പൊള്ളിയാണ് കാണാൻ. ഇതണ്ട, അങ്ങനെ എവിടെ അമ്മച്ചിമാർ ബോട്ടും കൊണ്ട് തുഴയുണ്ട്. കാണിച്ചു തരാം. കണ്ട, ബോട്ടിൽ ഇങ്ങനെ തുഴഞ്ഞ് അമ്മച്ചിമാരെല്ലാം ഫാമിലീസ് ഉണ്ട്.
നമുക്ക് വേണമെങ്കിൽ റാഫ്റ്റ് എടുക്കാൻ തോന്നും. അവിടെ ഒരു ഗൂസ് ഒക്കെ ഉണ്ട്. ക്യാമറ ഉണ്ടായി, ഒരു മിറർലെസ് ഉണ്ടായി, നമുക്കതൊന്ന് ക്യാപ്ചർ ചെയ്യാം. പക്ഷെ ക്യാമറ ഇല്ലാണ്ടായിപ്പോയി. ഒരാൾ ഓഫർ ചെയ്തതാ ക്യാമറ കൊണ്ടുവക്കണം പുള്ളിക്കാരിയുടെ. ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് കാര്യത്തിന്. സോ വെയിലത്തിരിക്കുക ഒരു സുഖം. വേർക്കണ്ടെന്ന് തോന്നുന്നു വല്ലാതെ. വെയിലത്തിലിരിക്കണം നല്ലതാ, ഇടയ്ക്കിടയ്ക്കല്ലേ വെയിൽ കിട്ടുള്ളൂ. എൻ്റെ പൊന്നെ, ഇത് കാണുമ്പോൾ നമുക്ക് അതിശയമുണ്ട്. ഇത് ഇവിടെ നോക്കുമ്പോൾ വെറും വെള്ളമാണ്, അങ്ങോട്ട് ചെല്ലുമ്പോൾ നീലൊക്കെയാണ്. കാരണം ഇത് മലയിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളമായതുകൊണ്ടാണ് നീല കളർന്ന്. ചിലപ്പോൾ ഒരു ആൽഗയാവാം, പായലേ പറയാൻ പറ്റില്ല. ഇത് ഞാൻ ശരിക്കും അന്വേഷിച്ചിട്ടില്ല എന്താണ് അതിൻ്റെ റീസണെന്ന്. അന്വേഷിക്കാൻ നിൽക്കണമില്ല. പിന്നെന്നാ ആ ഗൂസ് അവിടെ വെക്കണണ്ട, കാണാൻ പറ്റുമെന്നറിയില്ല. ശരി, പെൺഗൂസ്. അത് ഗൂസല്ലല്ലോ, ഡക്ക്, പെൺഡക്ക്. നാട്ടിൽ കുളക്കോഴി എന്നും ചിലപ്പോൾ പറയും. ഇതിനെ കുളക്കോഴി എന്ന് പറയും, പക്ഷെ ഇത് കുളക്കോഴിയല്ല, ഇത് താറാവാണ്. കാട്ടു താറാവോ. ഒരൊറ്റ കുഴി കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിടെ പൊങ്ങുമോ അത്. ഓക്കെ, ഇവിടെ എങ്ങാണ്ട് പൊങ്ങേണ്ടതാണല്ലോ. മീനെ പിടിച്ചിട്ട് അതിന് പൊങ്ങോളെന്ന് തോന്നും. കാണാമോന്നറിയില്ല. എനിവേസ്, നമ്മൾ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പോവാം. ഇനിയിപ്പോൾ സമയം എത്ര മണിയായി? 11 മണിയായി. കണ്ട നമ്മളെ കാണുമ്പോൾ നമ്മളൊരു ശാന്തം മനസ്കൃതനാണ്, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് തന്നെ, അല്ലാതെ വഴിക്ക് പോയതല്ല കേട്ടാ. ഇനി അടുത്ത് നമ്മുടെ വാട്ടർ ഫോൾസാണ്. എന്നിട്ട് അവസാനം നമ്മൾ ചെന്നെത്തണത് എവിടെയാണ്? ഗോൾഡൻ എന്ന് പറഞ്ഞ ടൗണിലാണ്. കാണാൻ നല്ല രസമായിരിക്കാന്ന് പറയുന്നത്. നമ്മളൊരു സൺസെറ്റ് പ്രതീക്ഷിച്ച് അവിടെ ചെല്ലാം. സൺസെറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കാവോ? ഒരു 5 മണി 6 മണി. പാവം, നമ്മളങ്ങനെ തുറപ്പിച്ച് ചോദിക്കാൻ നമ്മളതിനെ പിടിക്കാൻ നോക്കാമെന്ന് വിചാരിക്കും. അതുകൊണ്ട് അത് എവിടെയെങ്കിലും പോട്ടെ. സീസണാകുമ്പോൾ എല്ലാവരും വരും. നല്ല രസമുണ്ട് കേട്ടോ ഇവർ ഈ ബോട്ടുമ്പോൾ തുഴയണാണ്. കണ്ട, നല്ല രസമുണ്ട് തുഴയണാണ്. എൻ്റെ പൊന്നെ, അതെ, ഈ വെയിലത്തിരുന്ന് ഞാൻ മടുത്തു. കുറച്ച് നമുക്ക് ഇച്ചിരി വെള്ളം കുടിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. അപ്പം നമ്മളിവിടെ ഇരിക്കണോണ്ട് ഇപ്പം എല്ലാവരും ഇത് ശീലമാക്കുമായിരിക്കും. മടിയിലാണ് ഗിംബൽ വെച്ചാണ്. ഓക്കെ, ഞാൻ അവിടെ ഇരുന്ന് മടുത്തു. നല്ല മൃഗാനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പോകാം. So I think ഓ ദേ റാഫ്റ്റിൽ പോണണ്ട ഒരു തുഴഞ്ഞ് അതിൻ്റെ ഒരു
നമുക്ക് വേണമെങ്കിൽ അടുത്ത് വെച്ചൊരു ഫോട്ടോ എടുക്കാം. പക്ഷെ അത്ര ദൂരെയൊന്നും കിട്ടില്ലല്ലോ. എന്തായാലും സോറി. കുറേ ഭീകരന്മാർ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ നടക്കണ്ടായി. ഓയ്യോ, അതിപ്പോൾ നല്ല ഐഡിയ പോയിട്ട്. അപ്പം ഇതുപോലത്തെ വേറൊരു സ്പോട്ട് ലേക്കിൻ്റെ സൈഡിൽ ഇവിടെ നിന്നിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ലേക്ക് കണ്ടില്ലേ? ഞാൻ വേണമെങ്കിൽ ഒരു കുറച്ച് നേരത്തെ ലേക്കിൻ്റെ വീഡിയോ കാണിച്ചു തരാം.